ഹല്ലേലൂയ. ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അവനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ വലിയ കൃപകൾ ഈ നിമിഷങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സർവരുടെയും മേലെ ദൈവം തൻ്റെ അനന്തമായ ശക്തി നൽകുന്ന നിമിഷമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുവാൻ അവിടുന്ന് അരുൾ ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറുവാൻ ശക്തിയും കൃപയും തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമുക്കാവശ്യമായതെല്ലാം നിറച്ചു തരുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. ഇനിയും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ പൂർണ്ണമായും നിറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ നിറവിനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ എപ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ്. അച്ഛൻ വചനം പറഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്നതെങ്കിൽ, അഭിമുഖീകരിക്കുന്നെങ്കിൽ നമ്മൾ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരാണ്. മറിച്ച് നമ്മളെ തന്നെ നമുക്കൊരു നിമിഷം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ദൈവസ്നേഹത്തിൻ്റെ അഭാവത്തിൻ്റെ അവസ്ഥ എത്രമാത്രം വലുതാണ് ചെറുതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, മാനസാന്തരപ്പെടുവിൻ. ഇത് പറഞ്ഞത് യേശുവിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന സ്ഥാപക യോഹന്നാനാണ്. യേശുമൊത്ത് ഒത്തിരി സഹവസിച്ചിട്ടുള്ള മാതാവിൻ്റെ, യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഇളയമ്മയുടെ മകനായ യോഹന്നാനാണ്, സ്ഥാപക യോഹന്നാനാണ് പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ. നമ്മളെല്ലാവരും മാനസാന്തരപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പലരോടും പങ്കുവച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകാത്ത അത്രയും വലിയ മാനസാന്തര കഥകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ആ സ്ഥാപക യോഹന്നാന് അതിന്റെ താഴെ വേറൊരു വാക്യം കൂടെ പറയുന്നുണ്ട്. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിന്റെ കഥകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ സ്നേഹിതരോടും മറ്റുള്ളവരോടും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത് മാനസാന്തരത്തിന് ചേർന്ന വണ്ണമാണോ നമ്മളുടെ ജീവിതമെന്നാണ്. മാനസാന്തരത്തിന് ചേർന്ന വണ്ണം ഫലം പുറപ്പെടുവിക്കണം. നമ്മുടെ ഫലം കൊണ്ടാണ് മറ്റുള്ളവർ നമ്മൾ മാനസാന്തരപ്പെട്ടോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. നമ്മളൊക്കെ ധാരാളം ധ്യാനങ്ങൾ കൂടിയവരാണ്, പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരാണ്, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ സജീവത്വം പുലർത്തുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീയ ഉത്കർഷം നൽകുന്നതാണോ, അവരുടെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്നതാണോ? പലപ്പോഴും നമുക്ക് ചിന്തിക്കാം, എൻ്റെ നാവിൽ നിന്നും എപ്പോഴും പുറത്തു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യകാലം റേഡിയോ നിലയങ്ങളുള്ളപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കോഴിക്കോട് നിലയം വെച്ചാൽ ആകാശവാണി കോഴിക്കോട്, എപ്പോൾ തുറന്നാലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ആകാശവാണി കോഴിക്കോട്. അതുമാത്രമേ ആ ആകാശവാണി
റേഡിയോ നിലയത്തിൽ നിന്നും അധികമായിട്ടും കേൾക്കുക. ബാക്കി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഏത് സ്റ്റേഷനിൽ നിന്നാണ് ഇത് കേൾക്കുന്നതെന്ന് കേൾവിക്കാർ അറിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിലെ വാക്കുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അധികം പ്രാവശ്യം നമ്മൾ പറയുന്ന വാക്ക് ഏതാണ്? ചിലരുടെ പദങ്ങൾക്ക് അധികം ഡെപ്ത് ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ കൂടുതൽ പദസമ്പത്ത് ഉണ്ടാകുകയില്ല. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. എപ്പോഴും രാവിലെയും വൈകുന്നേരവും എപ്പോഴും കാണുമ്പോൾ ഒരേ വാക്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയും. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഓർക്കും. അങ്ങനെ ഒരാള് നമ്മളെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ അതാ വരുന്നുണ്ട്, ആ പഴയ കത്തി വരുന്നുണ്ട്, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഓടി രക്ഷപ്പെടും. കാരണം അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്നും അയാൾ ഇത്ര കാലം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നും നമുക്കറിയാവുന്നത് കൊണ്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും, നമ്മൾ ഓടി രക്ഷപ്പെടും. അത് മാനസാന്തരത്തിന് ചേർന്ന ഫലമല്ല നൽകുക. കാരണം ഒരേ പദം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരേ കാര്യങ്ങൾ മാത്രം അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എത്ര ധ്യാനങ്ങൾ കൂടിയാലും, എത്ര പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്താലും നമ്മളുടെ ഹൃദയം ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ തുറന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും, നമ്മുടെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും, നമ്മുടെ ശൈലികൾക്ക് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ നമുക്കെപ്പോഴും പരിശോധിക്കാൻ സാധിക്കണം. മറ്റൊരാള് നമ്മളെ തിരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം തിരുത്തുന്നതാണ്. എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് അരോചകമാകുന്നുവെങ്കിൽ, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ആത്മീയ ഉത്കർഷത്തിന് പകരം വേദനയും പ്രയാസങ്ങളും കഷ്ടതകളുമാണ് നൽകുന്നതെങ്കിൽ എൻ്റെ ഉള്ളില് മാനസാന്തരം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മാനസാന്തരത്തിന് ചേർന്ന ഫലം എനിക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ കഴിയാത്തതിന് കാരണം നമ്മുടെ ഹൃദയം കഠിനമായി പോയി എന്നുള്ളത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അവരുടെ ഹൃദയം അവർ കഠിനമാക്കി എൻ്റെ വാക്ക് കേൾക്കുകയോ വചനം കേൾക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഹൃദയം അടച്ചു കളഞ്ഞു. അവർ കണ്ണുകൾ കൊണ്ട് കണ്ടും കാതുകൾ കൊണ്ട് കേട്ടും വിശ്വസിക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവര് കണ്ണുകളും അടച്ചു, അവര് കാതുകളും അടച്ചു. അതുകൊണ്ട് അവരില് യാതൊരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മള് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ പേരെങ്കിലും, കത്തോലിക്ക സഭയിലെ അംഗമാണ് നമ്മളെങ്കിലും, കത്തോലിക്ക സഭയുടെ പഠനത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ അനുസൃതമായി ജീവിക്കുവാൻ പലപ്പോഴും നമ്മൾ വിമുഖത കാണിക്കുന്നത് കൊണ്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരിടയിൽ അവര് വിലയിരുത്തുന്ന സാക്ഷ്യം പലപ്പോഴും ശൂന്യമായിരിക്കും. നമുക്ക് നല്ലൊരു മാർക്ക് മറ്റുള്ളവർ ഒരിക്കലും നമ്മളുടെ സാക്ഷ്യത്തിലൂടെ മാനസാന്തരത്തിന് യോജിച്ച പ്രവർത്തനത്തിലൂടെ തരുന്നില്ല എങ്കിൽ, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവര് ഓടി അകലുന്നെങ്കിൽ എനിക്ക് മാനസാന്തരം ഇതുവരെയും എൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മാനസാന്തരത്തിന് ചേർന്ന ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കും? നമ്മളിൽ അധികം ആളുകളും കൃഷിക്കാരാണ്. ഈ പ്രോഗ്രാം കാണുന്ന പലരിലും കൃഷിയോടുള്ള താല്പര്യം നിലനിൽക്കുന്നതായിട്ട് ഉള്ളവരുണ്ട്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് റബ്ബർ നട്ടു. റബ്ബർ നട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു. തേങ്ങായ്ക്ക് നല്ല വിലയായി. അപ്പോൾ റബ്ബർ മുറിച്ചു മാറ്റി, തെങ്ങും തൈ നട്ടുപിടിപ്പിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ തേങ്ങയുടെ വില നഷ്ടപ്പെട്ടു. അപ്പോൾ കൃഷിക്കാരൻ ചിന്തിക്കുക, ഈ തെങ്ങ് വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, തേങ്ങയ്ക്ക് ഒരു വിലയും കിട്ടുന്നില്ല, ജാതിക്ക് നല്ല വിലയാണ്. അപ്പോൾ അയാള് തെങ്ങും തൈ 3 വർഷം പ്രായമായ തെങ്ങും തൈ മുറിച്ചു മാറ്റി അവിടെ ജാതി തൈ നട്ടുപിടിപ്പിച്ചു. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ജാതിയുടെ വില കുറവായിപ്പോയി. തേങ്ങയുടെ വില കുറഞ്ഞു, റബ്ബറിന്റെ വില കുറഞ്ഞു, ജാതിയുടെ വില കുറഞ്ഞു. അപ്പോൾ കൊക്കോയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ അയാൾ ചിന്തിച്ചു, ജാതിയെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് കൊക്കോ കൃഷി ചെയ്യാം. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ ഒരു പുതിയ കൃഷി ചെയ്തു.
ഈ 9 വർഷത്തെ കൃഷിയിറക്കലിലൂടെ അയാൾക്കൊരിക്കലും ഒരു ഫലവും തന്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിച്ചില്ല. കാരണം ഓരോ പ്രാവശ്യവും കൃഷികൾ അയാൾ വെട്ടി നശിപ്പിച്ച് വേറൊന്ന് ചെയ്തു. മറ്റു ചിലര് കൃഷി ചെയ്തിട്ട് ആ കൃഷിസ്ഥലം ഉപേക്ഷിച്ചു പോകുന്നവരാണ്, ഇട്ടെറിഞ്ഞു പോകും. ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ല, ഇവിടെ കൃഷി ചെയ്തുകൊണ്ട് ഒരു ഫലവുമില്ല. അപ്പോൾ കൃഷിയിടത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ അതിലെ കളകൾ കയറി കാട് കയറി കൃഷിയിടം മൂടുകയും അതിൽ നിന്ന് ഫലം കിട്ടാതെയും പോകും. ഇങ്ങനെയാണ് പലപ്പോഴും പലരുടെയും മാനസാന്തര അനുഭവം. അതുകൊണ്ട് ഫലം കിട്ടുന്നില്ല. മാനസാന്തരത്തിന് ചേർന്ന ഫലം ലഭിക്കണമെങ്കിൽ ഈ കൃഷിക്കാരൻ ഒരു കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്നത് വരെ അതിന്റെ ചുവട്ടിൽ പണിയുകയും വളകിടുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്ത് ലഭിക്കുന്ന വിളവ് കൊണ്ട് ജീവിക്കുവാൻ പരിശീലിക്കുമ്പോഴാണ് അയാൾ ഉത്തമനായ ഒരു കൃഷിക്കാരനായി മാറുന്നത്. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിച്ചാൽ ഒരു ധ്യാനം കൂടി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പം എല്ലാം താളം തെറ്റി, ഒഴിവാക്കിയ ദുശ്ശീലങ്ങളെല്ലാം ഓരോന്നോരോന്നായി കയറി വരാൻ തുടങ്ങി. അപ്പോൾ കൃഷിക്കാരൻ പറമ്പ് കൃഷിയിടം ഉപേക്ഷിച്ചു പോയതുപോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വീണ വിത്തിന്റെ ആ വിളനിലമായ അവസ്ഥയെ ഉപേക്ഷിച്ചുകൊണ്ട് പഴയ രീതിയിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ വീണ്ടും ശൂന്യതയാണ്. ഇത് മാനസാന്തരത്തിന് ചേർന്ന പ്രവൃത്തിയല്ല. അപ്പോൾ ധ്യാനങ്ങൾ കൂടിയത് കൊണ്ടോ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിയത് കൊണ്ടോ നമുക്ക് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഒരു വിതക്കാരൻ വിതയ്ച്ചു, വിത്ത് വയലിൽ മുളച്ചു പൊങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴോ 15 ദിവസം കഴിയുമ്പോഴോ അയാള് ആ വിത്തിന് വളം ചെയ്യും. മുളച്ചു പൊന്തിയ വിത്തിന് നമ്മളൊക്കെ എങ്ങനെയാണ്, വാഴ കൃഷിക്കാരൊക്കെ എങ്ങനെയാണ്, മാസത്തില് വളം ചെയ്യും. ഇഞ്ചി കൃഷിക്കാര് 21 ദിവസം കൂടുമ്പം വളം ചെയ്യുന്നവരുണ്ട്, 15 ദിവസം കൂടുമ്പം വളം ചെയ്യുന്നവരുണ്ട്, ഒരു മാസത്തിലൊന്ന് വളം ചെയ്യുന്നവരുണ്ട്, 2 മാസം കൂടുമ്പോഴും അതിന് വളം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാനസാന്തരത്തിന് ചേർന്ന രീതിയിൽ മാനസാന്തരപ്പെട്ട നമ്മുടെ ജീവിതത്തില് ഫലം ഉണ്ടാകണമെങ്കിൽ ഫലം കായ്ക്കുന്ന ഒരു കാലയളവുണ്ട്. വയലിൽ ഗോതമ്പ് വിതച്ചാല് അല്ലെ നെല്ല് വിത്ത് വിതച്ചാല് 4 മാസത്തിനും 3 മാസത്തിനും ഇടയ്ക്കാണ് അത് കൊയ്തെടുക്കുവാൻ കഴിയുക. അപ്പോൾ കൊയ്തെടുക്കാൻ കഴിയുന്ന ഈ കാലയളവില് വിത്ത് വിതച്ചിട്ട് വീട്ടിൽ പോയി എല്ലാ ദിവസവും കിടന്നുറങ്ങിയാല് പാടത്തേക്ക് തിരിച്ചു നോക്കാതിരുന്നാല് ആ നെൽച്ചെടി അവിടെ വളർന്ന് വലുതാകണമെന്നില്ല. അതിന്റെ വരമ്പത്തൂടെ നടക്കുകയും അതിനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുകയും വെള്ളവും ഒക്കെ ആവശ്യത്തിന് കയറ്റിവിടുകയും ഇറക്കി വിടുകയും അതിനു വേണ്ടുന്ന വളവും അതിനു വേണ്ടുന്ന പരിപാലനയും ചെയ്ത് അതിനെ പരിപാലിച്ച് വളർത്തി ഫലദായകമാക്കി എടുക്കുമ്പോഴാണ് കൃഷിക്കാരന്റെ കഴിവ് അതിൽ പ്രകടമാകുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നല്ല കൃഷിക്കാരന്റെ കൃഷിത്തോട്ടം കണ്ടാൽ അറിയാം അവൻ ഉത്തമനായ കൃഷിക്കാരനാണോ എന്ന്. കാരണം ഫലസ്പുഷ്ടമായ മണ്ണില് നല്ല വിളകൾ ഇറക്കി വൃക്ഷങ്ങളിലെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കർഷകന്റെ കഴിവ് ആ വൃക്ഷങ്ങളിലുള്ള ഫലങ്ങളിലൂടെയാണ് തിരിച്ചറിയപ്പെടുക എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു. അതുപോലെ ആത്മീയമായി നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ മാനസാന്തരപ്പെട്ട ആത്മാവിന് വളർന്നു വരുവാൻ ആവശ്യമായ രീതിയിലുള്ള പരിചരണം എല്ലാ നേരങ്ങളിലും നൽകണം. ഏതെല്ലാം തരത്തിലുള്ള പരിചരണമാണ് നമുക്ക് നമ്മളുടെ ആത്മാവിന് നൽകാൻ കഴിയുക? പാപത്തിൽ നിന്ന് ഓടി അകലണമെന്ന് പ്രഭാഷകൻ പറയുന്നു. കർത്താവിന്റെ വചനത്തിൽ എവിടെയും പറയുന്നു, പാപത്തിൽ നിന്നും ഓടി അകലുക. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, കർത്താവിൽ നിന്ന് നിനക്ക് കരുണ ലഭിക്കും. അപ്പോൾ അനുദപിക്കുന്നിടത്താണ് കർത്താവിൽ നിന്നും കരുണ ലഭിക്കുക. ഈ അനുതാപം നമ്മുടെ ജീവിതത്തില് അനുദിനം നമ്മൾക്ക് ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പാപത്തിന്റെ മേഖലകളിൽ അകപ്പെട്ടു പോകാറുണ്ട്. ബോധപൂർവം അല്ലാതെയും ബോധപൂർവവും വീണു പോകാറുണ്ട്. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. ഡ്രൈവർ എത്രമാത്രം ശ്രദ്ധിച്ചോടിച്ചാലും എതിരെ വരുന്ന വാഹനത്തിൽ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ശരിയായ രീതിയിൽ വാഹനം ഓടിച്ച വ്യക്തിക്കും അപകടം സംഭവിക്കാം. അപകടം സംഭവിച്ചാൽ ഒരിക്കലും ആരും വാഹനം റോഡ് സൈഡിൽ ഇട്ടിട്ട് ഇറങ്ങിപ്പോകാറില്ല. ആ വാഹനം
വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് അതിനെ പറ്റിയ കേടുപാടുകൾ തീർത്ത് വീണ്ടും പുതുക്കി അത് റോഡിലൂടെ ഓടിക്കുവാൻ ഇറക്കും. അതുപോലെയാണ് ആത്മീയ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കേടുപാടുകൾ ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ തന്നെ ആകാം. ഏത് തരത്തിലാണെങ്കിലും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ തന്നെയാണ് കുഴപ്പം എന്റേതാണെങ്കിൽ അങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ അനുദപിക്കുമ്പോൾ ഈ കൃഷിക്കാരൻ താൻ വിതച്ച വിത്തിന്റെ മുള പൊന്തിക്കഴിഞ്ഞ് 10-15 ദിവസം കഴിയുമ്പോൾ ചെന്ന് അതിന് വളം നൽകുന്നത് പോലെയാണ് നിരന്തരമായ അനുതാപം നമ്മുടെ മാനസാന്തരത്തിന് യോജിച്ച ഫലം നൽകുന്നതിനുള്ള വളമായിട്ട് മാറുക. അതുപോലെ പലപ്പോഴും അസൂയ പൂണ്ട ഒരവസ്ഥയുണ്ട്. പാപം അതിന്റെ മൂർധന്യാവസ്ഥയിൽ മനുഷ്യന്റെ മനസ്സിൽ അസൂയായിട്ട് കയറി പിടിക്കും. പ്രാർത്ഥനാക്കാരുടെ ഇടയിലും വലിയ ശുശ്രൂഷകളുടെ ഇടയിലും ഒക്കെ ഇതുപോലുള്ള അസൂയകൾ വളരാറുണ്ട്, ഇത്തിൽക്കണ്ണിയായിട്ട്. പലപ്പോഴും ശുശ്രൂഷകരെ കണ്ടിട്ട് മറ്റുള്ളവര് ചോദിക്കും, ഇവനാണോ ഈ ശുശ്രൂഷകൻ? അവന്റെ വാക്ക് കേട്ടാല് എന്ത് ചൈതന്യമാ ഉള്ളത്. സംസാരിക്കുന്നിടത്ത് യാതൊരു തരത്തിലുള്ള അഭിഷേകവും ഇല്ലല്ലോ. ഇവരൊക്കെ ശുശ്രൂഷ ചെയ്തിട്ട് ആരൊക്കെയാണ് മാനസാന്തരപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ മറ്റുള്ളവരുടെ വിലയിരുത്തല് എന്റെ പ്രവർത്തനവും വാക്കും മാനസാന്തരത്തിന് യോജിച്ച രീതിയിലല്ല എങ്കിൽ കടന്നു വരുന്ന മറ്റുള്ളവർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ മറ്റുള്ളൊരു ശുശ്രൂഷ വളരെ മനോഹരമായതുകൊണ്ട് വേറൊരു ശുശ്രൂഷകന് ആ വ്യക്തിയോട് അസൂയ തോന്നാം. നമ്മളിലൊക്കെ ഹൃദയങ്ങൾ പരിശോധിച്ചാൽ, ജീവിത രീതി പരിശോധിച്ചാൽ അസൂയ എന്ന ഈ ബന്ധനം പലപ്പോഴും നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അയൽവാസിയുടെ പറമ്പിലെ കൃഷി നല്ല വിളവ് തരുമ്പോൾ, അല്ലെ അവൻ മനോഹരമായ നല്ലൊരു ഭംഗിയുള്ള വാഹനം വാങ്ങി ഓടിച്ചു പോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നല്ല മോടിയിൽ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്നവരോട് പലപ്പോഴും പറയാറുള്ളത്, നോക്കിയേ അവളെത്ര ഭംഗിയായിട്ട് പോകുന്നത്, എന്ത് ശാലീനതയാണ് അവളെ കാണാന്, എന്തൊരു പ്രൗഢിയാണ് അവൾക്ക്, നല്ല ആദരവുള്ളൊരു സ്ത്രീയാണ് എന്നാണോ നമ്മൾ പറയുക? കണ്ടില്ലേ അവളുടെ ഒരു പൊങ്ങച്ചം, നമുക്കറിയത്തില്ലേ ഇവൾ എവിടുന്നാ വരുന്നതെന്ന്. അവളുടെ വീട് കണ്ടാല്, അവളുടെ പുരയിടം കണ്ടാൽ അറിയാം അവൾ എവിടുന്നാ വരുന്നത്. പക്ഷെ അവൾ പോകുന്ന കണ്ടാലോ ഏതോ രാജകുടുംബത്തിലെ കന്യക, രാജകുമാരി പോകുന്ന പോലെയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലമല്ല നമ്മുടെ വാക്കുകളിലൂടെ. എപ്പോഴും നല്ലത് കാണുവാൻ, നല്ലത് പറയുവാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് അനേകര് യേശുവിന്റെ അടുത്തേക്ക് ചെന്ന കഥ നമുക്കറിയാം. അവരെല്ലാവരും അവളുടെ മേൽ കുറ്റം ആരോപിച്ചു. പക്ഷെ യേശു ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിയില്ല. അവളുടെ ദയനീയമായ അവസ്ഥയിൽ കർത്താവ് അവൾക്ക് അനുഗ്രഹമായി മാറി, കൃപയായി മാറി. അവളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിത്വം അവൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അവളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പോരായ്മകൾ തിരുത്താനും മാനസാന്തരത്തിന് ചേർന്ന വണ്ണം ജീവിക്കുവാനും ഫലം പ്രകടിപ്പിക്കുവാനും അവൾ കഴിഞ്ഞു. നമ്മളുടെ ഒരു വാക്ക് മറ്റൊരാളുടെ മാനസാന്തരത്തിന് ഫലം പ്രകടിപ്പിക്കാൻ കഴിയുന്ന വളമായി തീരുന്നതിന് പകരം പലപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തിന് എതിരായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരും അവരുടെ മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകാറുണ്ട്. നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഈ നിമിഷം, എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ എന്റെ അടുത്തേക്ക് വന്ന ഒരു വ്യക്തി, അതായത് മാനസാന്തരപ്പെട്ട് ഫലം പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നൊരു വ്യക്തിയുടെ ജീവിതം ശുഷ്കമായി പോയിട്ടുണ്ടോ? ഞാൻ മൂലം, എന്റെ വാക്ക് മൂലം, എന്റെ സാമീപ്യം മൂലം, എന്റെ ശാരീരിക ഭാഷ മൂലം, എന്റെ ഇടപെടൽ മൂലം ആ വ്യക്തിയുടെ ജീവിതത്തില് മാനസാന്തരത്തിന് യോജിച്ച ഫലം പ്രകടിപ്പിക്കാൻ കഴിയാതെ ആ വ്യക്തിയുടെ ജീവിതം വാടിപ്പോയിട്ടുണ്ടോ? ഞാൻ വീട്ടില് മാനസാന്തരത്തിന് ചേർന്ന ഫലം പ്രകടിപ്പിക്കാതെ പ്രവർത്തിച്ചതുകൊണ്ട് എന്റെ കുടുംബങ്ങളിലുള്ളവരിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അവർക്ക് ദേവാലയത്തിൽ പോകുവാനും ഭക്തകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ബൈബിൾ വായിക്കുവാനും അനുതാപ ശുശ്രൂഷ നടത്തുവാനും കഴിയാത്ത രീതിയിൽ മനസ്സ് മരവിപ്പിച്ചു പോയ അവസ്ഥയിലാണോ എന്റെ പ്രവർത്തനം എന്റെ കുടുംബത്തില്? അങ്ങനെയെങ്കിൽ എനിക്ക് മാനസാന്തരത്തിന് യോജിച്ച ഫലമല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ മൂലം എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നെങ്കിൽ, ഞാൻ വലിയ വചനപ്രഘോഷകനും ശുശ്രൂഷകനും
അതുപോലെ മറ്റ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുമാണ്. എന്നാൽ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ സ്വഭാവമെല്ലാം മാറും. അവിടെ ഞാനൊരു സിംഹമാണ്. എന്റെ വാക്കുകൾക്ക് മേലെ കയറി ആരെയും പറയാൻ അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം. ഞാൻ കൃപ നിറഞ്ഞ വ്യക്തിയാണ്, അതുകൊണ്ട് എന്റെ വാക്ക് വീട്ടിലുള്ള എല്ലാവരും അനുസരിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ളൊരു മനോഭാവമാണോ? അത് വീട്ടിൽ മാത്രമല്ല, സമൂഹത്തില്, അതുപോലെ ഇടവകളില്, അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്, ക്ലബുകളില്, നമ്മൾ ഇടപെടുന്ന മറ്റ് കുടുംബ കൂട്ടായ്മകളിലെ, വാർഡ് പ്രയറില്, പിന്നെ അതല്ല പള്ളിയിലെ ട്രസ്റ്റീസായിട്ട് നിൽക്കുമ്പോൾ, കമ്മിറ്റിക്കാരായി നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം അച്ഛൻ ചെയ്യണം, ഞാൻ പറയുന്ന കാര്യം ഇടവയിൽ എല്ലാവരും കേൾക്കണം. വിൻസെന്റ് ഇപ്പോൾ അതിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റാണ് ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെല്ലാം കേൾക്കണം എന്ന് ചിന്തിക്കുമ്പോൾ മാനസാന്തരത്തിന് ചേർന്ന ഫലമല്ല പലപ്പോഴും എന്നിൽ നിന്നും പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് വരണമെങ്കിൽ, മാനസാന്തരത്തിന് ചേർന്ന ഫലം വരണമെങ്കിൽ ഈ മാനസാന്തരപ്പെട്ട അവസ്ഥയിൽ അതിനെ വളർത്തണമെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവൃത്തി, അനുതാപ ശുശ്രൂഷ, ധ്യാനം, വചനത്തെ കുറിച്ച് ധ്യാനിക്കുക, ഇവയെല്ലാം നമ്മുടെ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്നതിന് നമുക്ക് ആവശ്യമാണ്. എഫാത്തയുടെ ശുശ്രൂഷകളിൽ കടന്നു വരുന്നുണ്ട്. നമ്മള് ബഹുമാനപ്പെട്ട ചാണ്ടിയച്ചന്റെ തോട്ടപ്പള്ളിയിലുള്ള ആശ്രമത്തിലേക്ക് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു കുരിശിന്റെ വഴി നടത്താറുണ്ട്. നമുക്ക് താല്പര്യത്തോടുകൂടി അതിൽ എത്ര പ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾക്ക് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ഈ കുരിശിന്റെ വഴി ഒരാവശ്യമാണ് എങ്കിൽ അത് ചെയ്താലേ നമ്മളിൽ നിന്നും ഫലം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂവെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ പരിഹാര പ്രവർത്തികളാണ് കുരിശിന്റെ വഴിയിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിൽ കഷ്ടപ്പെടുന്ന മക്കൾക്കും വേണ്ടി കഷ്ടത അനുഭവിച്ച്, കൃത്യം 1 മണിക്കാണ് അത് തുടങ്ങുക. നട്ടുച്ചയ്ക്ക് വെയിലൊക്കെ കൊണ്ട് വലിയ കയറ്റമൊക്കെ കയറി കഷ്ടപ്പെട്ട് ദാഹിച്ച് ശരീരം വേർത്ത് നടക്കാൻ പറ്റാതെ ക്ഷീണിച്ച് അവശരായി ആ മലമുകളിൽ നിന്ന് ആ ദേവാലയത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഈ പരിഹാര യാത്രയും നമ്മുടെ കുടുംബങ്ങളിൽ വന്നുപോയ, തലമുറകളായി വന്നുപോയ പലതരത്തിലുള്ള അനർത്ഥങ്ങളിൽ നിന്നുള്ള മോചനവും അതിലൂടെ നമ്മളുടെ മാനസാന്തരത്തിന് ഉതകുന്നതിനും മാനസാന്തരത്തിന് യോജിച്ച ഫലം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിന് ആവശ്യമായ ആത്മീയമായ പോഷണവും ഈ പരിഹാര പ്രാർത്ഥനയിലൂടെ ലഭിക്കും. കർത്താവ് അത് നൽകും. പലപ്പോഴും നമ്മൾ കുരിശിന്റെ വഴികളിൽ ധാരാളം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് പോകാറുണ്ട്. ഒരു പ്രാർത്ഥന നമുക്ക് ഓർക്കാം. വെറോനിക്ക ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി പോകുന്നു. വലിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ആ മകളെ ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി പോകുന്നത്. പട്ടാളക്കാരുടെ നടുവിലൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യേശുവിന്റെ അടുത്തേക്ക് ഒരു ടവലുമായിട്ട് കടന്നു ചെല്ലുവാൻ സാധാരണഗതിയിൽ അനുവദിക്കില്ല. നമുക്കറിയാം, ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ കുറേയധികം പോലീസുകാർ ഒരു പ്രതിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ഒരാള് ഓടിച്ചെന്ന് കയറിയാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം അവരതിനെ പിടിച്ചു മാറ്റും. എന്നാൽ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. വെറോനിക്ക അതൊന്നും ഗമനിക്കുന്നില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ യേശുവിന്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതത്തിൽ നമ്മൾ മുന്നേറാൻ നമുക്ക് കഴിയണം. പ്രതിബന്ധങ്ങൾ ഒത്തിരി ഉണ്ടാകാം. പട്ടാളക്കാരുണ്ടാകാം, ചുറ്റുപാട് നമ്മളെ കളിയാക്കുന്നവരുണ്ടാകാം, വലിയ ഭക്തനും ഭക്തി എന്ന് പറയുന്നുണ്ടാകാം. നീ എവിടെയാ പോകുന്നത്? എഫാത്ത കൂട്ടായ്മയിലാണോ? അങ്ങോട്ട് പോകണ്ട, അവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും. അല്ലെ കുരിശിന്റെ വഴിയിൽ ആ മലമുകളിലേക്ക് നീ എന്തിനാ പോകുന്നത്? വേറെ എവിടെയെല്ലാം കുരിശിന്റെ വഴികളുണ്ട്, പിന്നെ വെറുതെ എന്തിനാ തോട്ടപ്പള്ളിയിലെ കുരിശിന്റെ വഴിക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ കൃപാവരം നീ തോട്ടപ്പള്ളിയിലെ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് നിനക്ക് തരുന്നതെങ്കിൽ ആ കൃപാവരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ നിനക്ക് ലഭിക്കുന്ന മാനസാന്തരത്തിന് ചേർന്ന ഫലം നിന്നിൽ കൂടുതൽ നിറയാൻ പലപ്പോഴും നീ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിലൂടെ തടസ്സപ്പെടുകയാണ്. അപ്പോൾ ചിന്തിക്കും, അതെങ്ങനെയാണ് എന്ന്. കുഷ്ഠരോഗിയായ നാമാൻ എലീശയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നാമാനോട് അവിടെയുള്ള നദിയിൽ മുങ്ങിക്കുളിക്കാൻ പറയുന്നു. സമ്മതിക്കുന്നില്ല ആദ്യം. വേറെ എൻ്റെ നാട്ടിൽ എത്രയോ വിശിഷ്ടമായ നദികളുണ്ട്, അവിടെ കുളിച്ചാ പോരെ, പിന്നെ ഇതിനെ ഇവിടെ കുളിക്കുന്നത്? ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയരും.
എഫാത്തയിൽ എന്തിനാ പോകുന്നത്? വേറെ എവിടെയെല്ലാം പ്രാർത്ഥനയുണ്ട്. പള്ളിയിൽ പ്രാർത്ഥനയില്ലേ? വീട്ടിൽ പ്രാർത്ഥനയില്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? പിന്നെ എന്തിനാ പള്ളിയിൽ പോകുന്നത്? അങ്ങനെ ചോദിക്കുന്ന ആളുകളില്ലേ? ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും, പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ധ്യാന സെന്ററിൽ എന്തിനാ പോകുന്നത്? മറ്റുള്ളവരെ പോലെയോ നല്ലല്ലോ, ഞാനൊരു കുഴപ്പവും ചെയ്യുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുകയില്ലേ? കേൾക്കാത്ത ദൈവമല്ല നമ്മളുടെ ദൈവം. പക്ഷേ ദൈവം നിന്നെ വിളിച്ചത് നീ ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴേ നിനക്ക് കൃപ കിട്ടുകയുള്ളൂ. യോനയോട് പറഞ്ഞു നിനവേ പോകാൻ. യോന പോയി താർക്കിഷിലേക്ക്. താർക്കിഷിൽ പോയിട്ട് യോനയ്ക്കൊന്നും ചെയ്യാനില്ല. യോനയ്ക്ക് ചെയ്യാനുള്ള നിനവയിലാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിൽ നിന്നും അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃപ കൂടുതലായിട്ട് കിട്ടുക. പലർക്കും സ്വന്തം ഇടവകയിൽ പള്ളിയിൽ പോകാൻ മടിയാ. മറ്റുള്ള പള്ളികളിലൊക്കെ പോകും. ഒന്നെങ്കിൽ കൈക്കാരനോട് പിണങ്ങി, അല്ലെങ്കിൽ അച്ഛനോട് പിണങ്ങി, അതല്ലെങ്കിൽ അയൽവാസിയോട് പിണങ്ങി, അതല്ലെങ്കിൽ ഏതെങ്കിലും ആശയപരമായ വൈരുദ്ധ്യം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാതെ ആ പള്ളിയിൽ പോകില്ല, വേറെ പള്ളിയിൽ പോകും. എന്താ പ്രയോജനമുള്ളത്? പള്ളിയിൽ പോയി മാറിപ്പോയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ ക്ഷമിക്കാനും അവരെ അംഗീകരിക്കുവാനും അവരുടെ കുറവുകൾ സഹിക്കാനും പറ്റാത്ത മാനസികാവസ്ഥയെ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ പള്ളി മാറി വേറൊരിടത്ത് പോയി കുർബാന കാണുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ കൃപാവരം കിട്ടുക? ആ പള്ളിയിലെ കർത്താവും ഈ പള്ളിയിലെ കർത്താവും ഒന്ന് തന്നെയാണ്. അവിടുത്തെ കർത്താവിന് മാറ്റമുണ്ടെങ്കിലേ അവിടെ പോയാൽ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട വ്യക്തി തന്നിലെ വളർന്നുകൊണ്ടിരിക്കുന്ന മാനസാന്തരത്തിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും പ്രായശ്ചിത്തത്താലും അല്ലാതെ ഈ വക വിട്ടുപോകുകയില്ല എന്ന്. മറ്റൊരാളുടെ പിശാചിനെ ഒഴിപ്പിക്കാനല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളിൽ തന്നെ പലതരത്തിലുള്ള ദുരാത്മാക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ദുരാത്മാവിന്റെ പ്രേരണകളുണ്ട്, ജഡമോഹങ്ങളുണ്ട്, അഹങ്കാര ചിന്തകളുണ്ട്, കണ്ണിന്റെ ദുരാശയുണ്ട്, സമ്പത്തിനുള്ള വലിയ ആകർഷണമുണ്ട്, മറ്റുള്ളവരെ എല്ലാം നിസ്സാരനായി കണ്ടുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയനെന്ന ചിന്തയിൽ അഹങ്കരിച്ച് നടക്കുന്ന പ്രവണത നമ്മുടെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ഇത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്നും മോചനം കിട്ടുവാനാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും പ്രായശ്ചിത്തത്താലുമാണ് ഈ വക ഒഴിഞ്ഞു പോകുക. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇത് ഒഴിഞ്ഞു പോകണമെന്നില്ല. അപ്പോൾ പരിഹാരം ചെയ്ത് ത്യാഗം സഹിച്ച് മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടാൻ കൃപയായിട്ട് ദൈവം വരിക. അപ്പോൾ ഇങ്ങനെ ഫലം പുറപ്പെടുവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തില് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഫലം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തില് അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുവിൻ. മത്തായി 18:3 മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുവിൻ. അപ്പോൾ ശിശുഹൃദയം നമുക്ക് ലഭിക്കണം. മാനസാന്തരപ്പെട്ട് ശിശുഹൃദയം ലഭിക്കണമെങ്കിൽ, ആ ശിശുവിന്റെ മനോഭാവം ആർജിക്കണമെങ്കിൽ പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും ദാനധർമ്മവും കാരുണ്യ പ്രവർത്തികളും നമ്മൾ പരിശീലിക്കണം. സഭ നമ്മളെ കാരുണ്യ പ്രവർത്തികൾ 14 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയുണ്ടെന്ന് ഇപ്പോൾ ചിന്തിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. അറിയാത്തത് കൊണ്ട് ചെയ്തത് കുറേയൊക്കെ ചെയ്യും. അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ അനുഗ്രഹമായി തീരുക. മത്തായിയുടെ സുവിശേഷം 3:11 പറയുന്നുണ്ട്, ഇങ്ങനെ ഫലമുണ്ടായി കഴിയുമ്പോൾ അവൻ വരും, കൊയ്ത്തുകാരോട് പറയും, കൊയ്ത്തിന് കാലമായിരിക്കുന്നു, കൊയ്തുകൊള്ളാൻ പറയും. അപ്പൊ മത്തായി 3:15 പറയുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? അവന്റെ ചെരുപ്പിന്റെ ആറ് പോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. യേശുക്രിസ്തുവിന്റെ കയ്യിലാണ് വീശുമുറം ഇരിക്കുന്നത്. അപ്പോൾ വീശുമുറം അവന്റെ കയ്യിലായതുകൊണ്ട് കളപ്പുരയിലേക്ക് ശേഖരിക്കാൻ ഈ കറ്റമതി കളത്തില് വീശുമുറം അവൻ കൈപ്പിടിച്ചിട്ടുണ്ട്. പതിരെല്ലാം അവൻ പേറ്റി തീയിലേക്കെറിയും, ധാന്യമണിയെല്ലാം
കളപ്പുരയിൽ ശേഖരിക്കും. മത്തായി 13:30 പറയുന്നു, കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ കെട്ടുകളാക്കി വെക്കുമെന്ന് കൊയ്ത്തുകാരോട് പറയുന്നു. വിതക്കാരൻ വിതച്ചിട്ട് പോയി, രാത്രിയില് കള്ളൻ വന്ന് അതിൽ കള വിതച്ചു. അപ്പോൾ കൃഷിക്കാരൻ യജമാനോട് ചോദിച്ചു, രാത്രിയില് ഇതിനെ കൂടെ കള വിതച്ചതുകൊണ്ട് വിത്തിന്റെ കൂടെ കളകളും വളരുന്നുണ്ട്, അത് ഞങ്ങൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞത്, ആ യജമാനൻ പറഞ്ഞത് ഇങ്ങനെ എന്നാണ്, കള പറിച്ചു കളയണ്ട, അത് കൊയ്ത്തുകാലം വരെ അവിടെ നിൽക്കട്ടെ, കൊയ്യുമ്പോൾ കളകൾ ആദ്യം ശേഖരിക്കാം, അത് കഴിഞ്ഞ് ധാന്യമണികളും ശേഖരിക്കാം. അപ്പോൾ ഈ കൊയ്തെടുത്തിരിക്കുന്ന കളകള് അഗ്നിയിൽ ദഹിപ്പിക്കാനായി കെട്ടുകളാക്കി വെക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഗോതമ്പ് എന്റെ കളപ്പുരയിൽ ശേഖരിക്കുക. അപ്പോൾ ഇത് ശേഖരിക്കുന്നവൻ കർത്താവാണ്. വീശുമരം അവന്റെ കയ്യിലാണ്. ഈ കളത്തില്, മെതിക്കളത്തില് കർത്താവ് കടന്നു വന്ന് കൊയ്ത്ത് അവസാനം യുഗാന്ത്യത്തില് ധാന്യമണികള് കളപ്പുരയിലും പതിരെല്ലാം തീയിലേക്ക് എറിയും. അപ്പോൾ നമ്മളുടെ ജീവിതം ധാന്യമണിയാണോ പതിരാണോ? അവന്റെ കയ്യിലെ വീശുമരം കൊണ്ട് വീശുമ്പോൾ പറന്നു പോകുന്ന ജീവിതത്തിന്റെ ഉടമയായിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയത്? അതോ പതിരെല്ലാം പാറ്റിക്കഴിയുമ്പോൾ ധാന്യമണികളായി മാറുന്ന ജീവിതമാണോ എനിക്കിവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്? ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുന്ന ഈ നല്ല ജീവിതത്തിനാണ് നല്ല ധാന്യമണിയായി തീരുക. അപ്പോൾ പതിരാകാതെ ധാന്യമണിയായി തീരാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. അതിനുള്ള ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കപ്പെടേണ്ടത്? അവയെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മളിലെ ധാന്യമണികൾ നിറഞ്ഞു വരിക. അപ്പോൾ നിറഞ്ഞ ധാന്യമണികളുള്ള ജീവിതമായി നമ്മൾ മാറുവാൻ ഇനിയും നമുക്ക് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ? കർത്താവ് ക്ഷമിക്കുന്നവനാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദൈവത്തെയും വേണം, ലോകത്തെയും വേണം, പാപവും ചെയ്യണം, ദൈവവും വേണം. അങ്ങനെയാണ് ഇന്ന് മനുഷ്യര്. കുറച്ചൊക്കെ പാപം ചെയ്യാം, കുറെയൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, കുറച്ചൊക്കെ മദ്യപിക്കാം, കുറെയൊക്കെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം, അതുപോലെ മറ്റ് ജഡിക സുഖങ്ങളൊക്കെ അല്പം ആസ്വദിക്കാം, പള്ളിയിലും പോകാം. നമ്മളുടെ മാനസാന്തരത്തിന് യോജിച്ച തീരുമാനമല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റാരും ഒരുപക്ഷെ നമ്മളെ കാണുകയില്ല, ഭിത്തി നമ്മളെ മറയ്ക്കുന്നുണ്ടാകാം, മനുഷ്യരാരും എന്നെ കാണുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ള കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എപ്പോഴും നമ്മളെ മുമ്പിലുണ്ട്. അവന്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. മനുഷ്യരെയാണ് പലപ്പോഴും നമ്മൾ ഭയപ്പെടുക. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടത് മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നാ ഞാൻ നോക്കുക. ആരും കാണുന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ആ തെറ്റ് ഞാൻ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. കുറെ നാളുകൾ ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ പിന്നെ 4 പേര് കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മനോഭാവത്തിലേക്ക് വരും. അപ്പോൾ കർത്താവിന്റെ കൺമുമ്പിൽ നിന്നും നമുക്കൊരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. അവൻ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവനെ ദർശിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ പിന്മാറും. നമ്മുടെ കൂടെ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. ചാണ്ടിയച്ചനാണ്. ഞാനും ചാണ്ടിയച്ചനും കൂടെ ഇങ്ങനെ നടന്നു പോവുക. എനിക്ക് പുകവലിക്കുന്നൊരു ശീലമുണ്ട്. അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് പുകവലിക്കാനൊരു പ്രയാസമാണ്. അച്ഛനെ വിളിക്കും, ഞാൻ പുകവലിക്കല്ല കേട്ടോ, പറഞ്ഞതാ ഉദാഹരണം. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് പുകവലിക്കാനൊരു ജാള്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനുള്ളപ്പം പുകവലിക്കില്ല. അച്ഛൻ റൂമിൽ കയറി കഥ കടച്ചു, ഞാൻ വേഗം പുറത്തിറങ്ങി പുകവലിച്ചു, അച്ഛൻ കാണാതെ. അപ്പൊ ഇതുപോലെയാണ് മനുഷ്യൻ നമ്മളെ കണ്ടാല്, തെറ്റ് നമ്മൾ ചെയ്യുന്ന കണ്ടാല് നമുക്കെന്തോ കുറച്ചിലാണ്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ പരമാവധി നമ്മള് മനുഷ്യൻ കണ്ടാല് ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുന്ന തെറ്റുകളൊന്നും ചെയ്യാതെ മാറി നിൽക്കും. എന്നാൽ ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അന്തരാത്മാവില് എപ്പോഴും നിറഞ്ഞു നിന്നാൽ തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയും. സ്നേഹം നിരവധിയായ തിന്മകളെ അകറ്റുന്നു എന്നാണ് പറയുക. സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ആഴമായ ബോധ്യമുണ്ടെങ്കിൽ നിരവധിയായ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബോധ്യത്തെ നമ്മൾ പലതരത്തിലും മറികടക്കുന്നത് കൊണ്ടാണ് തിന്മയിലേക്ക് പലപ്പോഴും നമ്മൾ നടന്നു പോകുക. യഥാർത്ഥത്തിൽ നമ്മൾ
ദൈവത്തോട് കൂടെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ നിമിഷങ്ങളിലും ഓരോ തിന്മകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു തിന്മ ചെയ്താൽ പിന്നെ അനുദപിച്ച് ആ തിന്മ ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ ചോദിക്കണം. അപ്പോൾ നമ്മളിൽ നിന്നും ധാരാളം തിന്മകളെ പറിച്ചെറിയാൻ നമുക്ക് കഴിയും. അങ്ങനെ തിന്മകളില്ലാത്ത സ്വതന്ത്രമായ ഒരു മനസ്സിന്റെ ഉടമയായി തീരാൻ കർത്താവിനെ കൺമുമ്പിൽ കണ്ട് ജീവിച്ചാൽ സാധ്യമാകും. കർത്താവിനെ കാണുന്നത് ദേവാലയത്തിൽ പോകുമ്പോൾ മാത്രമല്ല, വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമല്ല, അതിൽ നിന്നും പുറത്തിറങ്ങിക്കഴിയുമ്പോഴും കർത്താവ് എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യമുള്ളപ്പോൾ നമ്മൾ തിന്മയായത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് കർത്താവിനെ ഭയപ്പെടുന്നവരെ അവൻ അവിടുന്ന് കടാക്ഷിക്കും. ദൈവഭക്തരെ അവൻ അവിടുന്ന് കടാക്ഷിക്കും. അപ്പൊ ദൈവഭക്തി ദൈവഭയത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അപ്പൊ ദൈവഭയം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുന്നത്. അതിനാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും എവിടെയും മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയണം. ഇത് ഈ ഭൂമിയിലെ താൽക്കാലിക നേട്ടങ്ങൾക്കുള്ള ഫലമല്ല, സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. എല്ലാ നിക്ഷേപവും സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു മാനസികമായ മാറ്റം, ഒരു മാനസാന്തരം നമുക്കുണ്ടാകുകയും സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം പങ്കുവെക്കുവാൻ കഴിയുകയും ചെയ്യണം. നമ്മളുടെ കണ്ണുകളും നമുക്കടയ്ക്കാം. ഞാൻ മാനസാന്തരത്തിന് ചേർന്ന ജീവിതമാണോ നയിക്കുന്നത്? ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ വിലപ്പെട്ടവനും പ്രശസ്തനുമൊക്കെ ആകാം. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എത്തരത്തിലുള്ള വ്യക്തിയാണ്? ഒന്ന് ആത്മാർത്ഥമായും കർത്താവിന്റെ മുമ്പിൽ നമുക്കൊന്ന് വ്യാപരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും തരും. ഈ വിഷയത്തിന് വേണ്ടി കുമ്പറ ബേബിച്ചേട്ടൻ ഒരു ഗാനം എഴുതി സംഗീതം ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് ജോർജിനാണ്. നമുക്ക് ഗായകരോട് ചേർന്ന് മനസ്സിൽ പാടാം. കാരണം വരികൾ നമുക്കാർക്കും അറിയില്ല, പാട്ടുകാർക്ക് മാത്രമേ ആ വരികൾ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചേരാം. നമ്മുടെ കരങ്ങൾ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. മാനസാന്തരത്തിന് ചേർന്ന ജീവിതം കാഴ്ചവെക്കാൻ കഴിയുന്ന, ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി എന്നെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിലെ ഹൃദയത്തിലെ ഗായകരോട് ചേർന്ന് നമുക്ക് ഈ ഗാനം ആലപിക്കാം. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഹൃദയം ശില പോലാകാതെ ശിശുക്കളെ പോലെയായിടുവിൻ. എല്ലാവരും ആഗ്രഹത്തോടെ മനസ്സിൽ പാടി പ്രാർത്ഥിക്കാം. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ആഗ്രഹത്തോടെ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഹൃദയം ശില പോലാകാതെ നിങ്ങൾ ശിശുക്കളെ പോലായിടുവിൻ. ഹൃദയം ശില പോലാകാതെ നിങ്ങൾ ശിശുക്കളെ പോലായിടുവിൻ. പാപം ത്യജിക്കാം, ക്രോധം അകറ്റാം, അസൂയ കൈവെടിയാം. സ്നേഹം നിറയ്ക്കാം, നന്മ പകരാം, ക്ഷമാശീലരാകാം. പാപം ത്യജിക്കാം, ക്രോധം അകറ്റാം, അസൂയ കൈവെടിയാം. സ്നേഹം നിറയ്ക്കാം, നന്മ പകരാം, ക്ഷമാശീലരാകാം. മാനസാന്തരപ്പെടുവിൻ, ആഗ്രഹിക്കാം വലിയ മാനസാന്തരം. മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ.
നമ്മുടെ ജീവിതത്തിലെ സ്വർഗീയ ഫലം നിറയാൻ നമ്മൾ കേട്ടു. ഉപവാസം, അനുതാപം, നോമ്പ്, പ്രാർത്ഥന, കാരുണ്യ പ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ, ഇവയെല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക്, ആത്മാവിന് പരിപോഷണമായി തീരും. ആഗ്രഹിക്കാം ഈ തരത്തിലുള്ള പോഷണങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. നിന്റെ ജീവിതത്തിൽ സ്വർഗീയ ഫലം നിറയാ ആഗ്രഹത്തോടെ നിന്റെ ജീവിതത്തിൽ സ്വർഗീയ ഫലം നിറയാൻ ഉപവാസം, അനുതാപം, ഉപവാസം, അനുതാപം, നോമ്പും പ്രാർത്ഥനയും പ്രാർത്ഥനയും ഉപവാസം, അനുതാപം, നോമ്പും പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ, പ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ, ഇവയെല്ലാം ആത്മരക്ഷയ്ക്ക്, കാരുണ്യ പ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ, ഇവയെല്ലാം നിന്റെ ആത്മരക്ഷയ്ക്കായുള്ള പരിപോഷണമായി ചേർത്തിടൂ. ഇവയെല്ലാം നിന്റെ ആത്മരക്ഷയ്ക്കായുള്ള പരിപോഷണമായി ചേർത്തിടൂ. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നമ്മുടെ ജീവിതം തീരെഴിയപ്പെടുന്ന പതിര് പോലെയാകാതെ കളപ്പുരയിൽ ശേഖരിക്കുന്ന ധാന്യമണി പോലെയാകാൻ, വീശമരം കൊണ്ട് കടന്നു വരുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ധാന്യമണിയായി തീരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കറ്റമെതിക്കളത്തിൽ വീശുമുറം അവന്റെ കയ്യിൽ. ചേർന്ന് പാടാം. മനസ്സില് കറ്റമെതിക്കളത്തിൽ എപ്പോഴും ഓർത്ത് പാടാം. വീശുമുറം അവന്റെ കയ്യിൽ. ധാന്യമണി കളപ്പുരയിൽ പതിരെല്ലാം തീരും. ധാന്യമണി കളപ്പുരയിൽ പതിരെല്ലാം തീരും. സമ്പാദ്യമെല്ലാം എപ്പോഴും സ്വർഗത്തിൽ. സമ്പാദ്യം സ്വർഗത്തിൽ അനുദിനം ചേർത്തിടൂ. സമ്പാദ്യം സ്വർഗത്തിൽ അനുദിനം ചേർത്തിടൂ. നിന്റെ മുൻപിൽ ദൈവം ഏതേതു നേരവും ഉണ്ടെന്ന ചിന്തയിൽ വ്യാപരിക്കൂ. എപ്പോഴും വ്യാപരിക്കാൻ. മുൻപിൽ ദൈവം ഏതേതു നേരവും ഉണ്ടെന്ന ചിന്തയിൽ വ്യാപരിക്കൂ. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഹൃദയം ശില പോലാക്കാതെ നിങ്ങൾ ശിശുക്കളെ പോലായിടുവിൻ. ഹൃദയം ശില പോലാക്കാതെ നിങ്ങൾ ശിശുക്കളെ പോലായിടുവിൻ. പാപം ത്യജിക്കാം, ക്രോധമകറ്റാം, അസൂയ കൈവെടിയാം. സ്നേഹം നിറയ്ക്കാം, നന്മ പകരാം, ക്ഷമാശീലരാകാം. പാപം ത്യജിക്കാം, ക്രോധം അകറ്റാം, അസൂയ കൈവെടിയാം. സ്നേഹം നിറയ്ക്കാം, നന്മ പകരാം, ക്ഷമാശീലരാകാം. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. കർത്താവായ യേശുവേ,
അങ്ങില് ഓരോ ദിവസവും പുതുതായിട്ട് ജീവൻ ആരംഭിക്കുന്ന വ്യക്തികളായി, മാനസാന്തരപ്പെട്ട് പുതുജീവൻ പ്രാപിക്കുന്ന വ്യക്തികളായി ഓരോ ദിവസവും ഞങ്ങൾ മാറുന്നതിന് ദൈവമേ, ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധിയും അവിടുത്തെ തിരക്തത്താൽ അങ്ങ് കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് വിദ്വേഷം വഴി നിങ്ങൾ അശുദ്ധരായിത്തീരുന്നു എന്ന തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. കർത്താവ്, എല്ലാ അശുദ്ധിയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ ശുശ്രൂഷ ലോകത്ത് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയുടേതായി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ അങ്ങ് നിറച്ച് അങ്ങിൽ ഞങ്ങളെ അകറ്റുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അവിടുത്തെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിക്കണമേ. യേശുവേ, ഇന്ന് അവിടുത്തെ ദിവ്യമായ വചനത്താലും അവിടുത്തെ ശക്തിയാലും അഭിഷേകജിതരാകുന്ന നിന്റെ മക്കള് തിന്മയുടെ വഴിയിൽ വീഴാതെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്വന്തമായി തീരുന്നതിന് അവിടുത്തെ ആത്മാവിനെ സമർത്ഥമായി ഞങ്ങൾ ഓരോരുത്തരിലേക്ക് നിമിഷം അങ്ങ് വർഷിക്കണമേ. സാത്താൻ ഞങ്ങളെ തൊടാതിരിക്കുവാൻ യാക്കോബിന്റെ ഭവനത്തിന്റെ മേല് ഒരിക്കലും നാരകീയ ശക്തികൾ ബലപ്പെടുകയില്ല എന്ന് അരുളിച്ചെയ്ത ദൈവമേ, അവിടുത്തെ ശക്തിയുടെ അഭിഷേകത്താൽ മുദ്രയിടപ്പെടുന്ന നിന്റെ മക്കൾ ഓരോരുത്തരും അവിടുത്തെ സ്വന്തമായി തീരട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെ ധന്യമായ നാമത്തില് നിന്റെ മക്കളെ ഓരോരുത്തരെയും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് അവിടുത്തെ സ്വന്തമായി സ്വീകരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ കർത്താവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹൃദയത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകാൻ, മാനസാന്തരത്തിന് ചേർന്ന ഫലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കാം. മാനസാന്തരത്തിന് ചേർന്ന ഫലം നമ്മളിലുണ്ടാകാൻ ധാന്യമണിയെല്ലാം കളപ്പുരയിൽ ശേഖരിക്കുന്ന പോലെ നമ്മളുടെ ജീവിതം സ്വർഗീയ കളപ്പുരയിൽ എന്നും ആകിരിക്കുവാൻ, പതിരാകാതെ ജീവിക്കാൻ കൃപ തരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയായി വന്നിടു ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടു ശുദ്ധീകരിക്കാൻ. ഭക്തിയായി വന്നിടു ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടു ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടു ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടു ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടു ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടു ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടു ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ. ജീവനോടെ പാടാം. എല്ലാ മേഖലകളും ശുദ്ധീകരിക്കാൻ, മാനസാന്തരത്തിന് ചേർന്ന ഫലം പ്രകടിപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ശരീരത്തില് അള്ളിപ്പിടിച്ചിരിക്കുന്ന എല്ലാ ജഡികതയുടെയും പാപത്തിന്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ ഈ നിമിഷങ്ങളില് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്
തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിരുന്നു. വിശുദ്ധ ശ്ലീവായാൽ നീ മുദ്രിതമായിരുന്നു. തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിരുന്നു. വിശുദ്ധ ശ്ലീവായാൽ നീ മുദ്രിതമായിരുന്നു. ആപാദം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. ആപാദം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. നിൻപാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം ചേർന്ന് പാടാം. നിന്നിലെ ആത്മാവാ ശുദ്ധീകരിച്ചിടും. നിൻപാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം. നിന്നിലെ ആത്മാവാ ശുദ്ധീകരിച്ചിടും. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ. ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ. ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ.